ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം അതായത് 2025 എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പുതിയ ഹാച്ച് ബാക്സിൻ്റെ ലോഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. 2024 പോലും ആകപ്പാട് നമ്മുടെ പുതിയ അൾട്രോസിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. വേറെ കാര്യമായിട്ടുള്ള വണ്ടികളൊന്നും വന്നിട്ടില്ല. അതിന് മുന്നെയാണ് ബലെനോ വന്നത് 2022 അതിൻ്റെ ലേറ്റസ്റ്റ് ജനറേഷൻ മോഡൽ. എന്തായാലും ഇപ്പോൾ നമ്മുടെ പുതിയ ജനറേഷൻ i20യുടെ ടെസ്റ്റിങ് പിന്നെ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വണ്ടി ഇതിന് മുന്നേ ഇന്ത്യയിലെ ടെസ്റ്റിങ് സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ലേറ്റസ്റ്റ് ഇമേജ് വന്നിരിക്കുന്ന കൊറിയ എന്നാണ്. ആൻഡ് കൊറിയ എന്ന് വന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം നമുക്ക് കുറച്ച് പുതിയ ഡീറ്റെയിൽസും ഈ വാഹനത്തിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം. 26-ലാണ് 27-ലാണ് എപ്പോഴാണ് ഇതിൻ്റെ ലോഞ്ച്, അതുപോലെ ബാക്കി സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പറയാം. എനിവേ എക്സ്റ്റീരിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇതൊരു ജനറേഷൻ അപ്ഡേറ്റ് ആയതുകൊണ്ടും ഇത് 4th ജനറേഷൻ മോഡൽ ആയതുകൊണ്ടും തന്നെ എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിൽ അവർ അത്യാവശ്യം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഹ്യുണ്ടായി എപ്പോഴും ജനറേഷൻ മാറ്റുമ്പോൾ പ്ലാറ്റ്ഫോമും മാറ്റാറുണ്ട്. നമ്മളിപ്പോൾ ഈ അടുത്ത് വന്ന പുതിയ ജനറേഷൻ സെൽട്ടോസ് എടുത്താലും അത് K2 നിന്ന് K3 പ്ലാറ്റ്ഫോമിലേക്ക് പോയി. ഈ വണ്ടി മിക്കവാറും ഇതിപ്പം നിലവിൽ K2 പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഇത് K2-ൽ നിന്ന് K1-ലേക്ക് പോകാനാണ് സാധ്യത കൂടുതലുള്ളത്. കാരണം നമ്മുടെ വെന്യൂ ഒക്കെ K2 ബേസ്ഡ് ആയിരുന്നു, ഇതിന് മുന്നേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് വണ്ടി ജനറേഷൻ അപ്ഡേറ്റ് വന്നപ്പോഴേക്കും അത് K1-ലോട്ട് പോയി. അതുപോലെ തന്നെയാണ് കിയയുടെ സെറോസും. അതുകൊണ്ട് ഈ വാഹനത്തിൻ്റെ കേസിൽ അത് ആക്ച്വലി എക്സ്പെക്റ്റഡ് ആണ്. സെൽട്ടോസൊക്കെ K3 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് പോയത്. എനിവേ ഫ്രണ്ട് ഡിസൈനൊക്കെ കാണുമ്പോൾ നമ്മുടെ പുതിയ എലാൻഡ്ര, അതുപോലെ ഈവൻ പുതിയ സോനറ്റ്, അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പോയിരിക്കുന്നത്. അതുപോലെ അലോയ് വീൽസിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് കാണാം. ഇതിപ്പോൾ കൊറിയൻ വണ്ടി ആയതുകൊണ്ട് അലോയ്സിൻ്റെ ഡിസൈനിങ് ഇങ്ങോട്ടേക്ക് സെയിം ആയിട്ട് കാരിയർ ആവണം എന്നില്ല. പിന്നെ മൊത്തത്തിൽ എൻ്റെ ഒരു ഡോറിൻ്റെ ഡിസൈനും സംഭവങ്ങളൊക്കെ എടുക്കുകയാണെങ്കിലും കുറച്ചൊക്കെ ചേഞ്ചസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് അവർ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ബോഡി പാനൽസ് മൊത്തത്തിൽ ഒന്ന് റിവൈസ് ചെയ്തിരിക്കുന്നതിൻ്റെ വ്യത്യാസമാണത്. ഇനിയിപ്പോൾ ഇൻ കേസ് പ്ലാറ്റ്ഫോം മാറിയിട്ടില്ലെങ്കിൽ പോലും അതായിരിക്കും. പക്ഷേ പ്ലാറ്റ്ഫോം മാറുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. K2 പ്ലാറ്റ്ഫോം ചിലപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്മെൻറ്റ്സിനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമായിരിക്കും അവരിപ്പോൾ അത് പതുക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓർ മേ ബി സേഫ്റ്റി കൺസേൺസ് ആയിരിക്കാം, അതെന്താണെന്ന് അറിയില്ല. എനിവേ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടും അതുപോലെ സൈഡും ലുക്ക്. ഇനിയിപ്പോൾ നമുക്ക് റിയർ ഡിസൈനിലേക്ക് പോകാം. ഓൾറെഡി ഇപ്പോൾ കിട്ടുന്ന i20-ൽ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് അവൈലബിൾ ആണ്. ഈ വണ്ടിയിൽ പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കംപ്ലീറ്റ് LED ടെയിൽ ലാംപ്സ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത് ഞാനിപ്പോൾ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ കണക്റ്റഡ് ടെയിൽ ലാംപ്സും ഈ വാഹനത്തിൽ എന്തായാലും ഉണ്ടാവും. അതിപ്പോൾ ആകപ്പാട് ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ ബാക്കിലത്തെ ഡിസൈൻ കറക്റ്റ് മനസ്സിലാകാതിരിക്കാനായിട്ട് ഒരു എക്സ്ട്രാ ഒരു പീസ് വലിച്ചേട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്തായാലും ചേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് എന്തായാലും ഉറപ്പിക്കാം. ജനറേഷൻ അപ്ഡേറ്റ് ആണല്ലോ. സോ അതാണ് റിയർ ഡിസൈൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ എൻലൈൻ മോഡലും കൂടി ഇനി വരികയാണെങ്കിൽ കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലും അവർക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. ഇതിനുവേണ്ടി ഇൻ്റർനാഷണലി i20N മോഡലും അവൈലബിൾ ആണ്. അതിന് 1.6 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനൊക്കെയാണ് വരുന്നത്. പിന്നെ ഭയങ്കര സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ, സ്പോർട്ടി ഹാൻഡ്ലിംഗ്, എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. നമുക്കിവിടെ അതിൻ്റെ ഒരു ലൈറ്റർ മോഡലായിട്ടുള്ള N ലൈനാണ് കിട്ടുന്നത്. അതുകൊണ്ട് സ്പോർട്ടി ഹാൻഡ്ലിംഗ് ചെറുതായിട്ട് അവർ ട്വിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എഞ്ചിനൊക്കെ സെയിം 1 ലിറ്റർ ടർബോ പെട്രോൾ തന്നെയാണ്. ഇനി എക്സ്റ്റീരിയർ നമുക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നെങ്കിലും ഇൻറ്റീരിയർ ഏതായാലും കുറച്ചൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ഡോർ പാനൽസും ഡാഷ്ബോർഡൊക്കെ ക്യാമഫ്ലാജ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും സ്റ്റിയറിംഗ് വീൽ നമുക്ക് കാണാം, അതിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ വെന്യൂലൊക്കെ കണ്ടതുപോലെ ഹ്യുണ്ടായുടെ H പാറ്റേൺ ഡിനോട്ട് ചെയ്യുന്ന മറ്റേ 4 ഡോർ പാറ്റേണുള്ള സ്റ്റിയറിംഗ് വീലൊക്കെ തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടി കൊറിയൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ എന്തായാലും റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കൺഫിഗറേഷനിൽ തന്നെ വരുള്ളൂ. പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ചേഞ്ച് ഇതിനകത്ത് വന്നിരിക്കുന്ന 12.3 ഇഞ്ചസിൻ്റെ 2 കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ഒരു പൊസിഷനിങ്ങും അത്യാവശ്യം രസമുണ്ട്. അതായത് നമുക്ക് ആ ഡ്രൈവറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ടൊരു കർവ് കൊടുത്തിട്ട് അങ്ങോട്ട് നടുവിലേക്ക് പോകുന്നൊരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിപ്പോൾ വെന്യൂവിൽ കണ്ടു 12.3 ഇഞ്ച് എന്ന് പറയുമ്പം ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല സൈസാണ്. ഈ ഒരു പുതിയ സ്ക്രീനിൽ അവരുടെ പുതിയ UI-യും അതുപോലെ പുതിയ സംഭവങ്ങളെല്ലാം വന്നുകൊണ്ട് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാലം ഓർ ഇപ്പോൾ വരുന്ന ഹ്യുണ്ടായുടെ 10.25 ഇഞ്ച് സ്ക്രീനുള്ള വണ്ടികളിൽ വരെ നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതെല്ലാം വയർഡാണ്. ആൻഡ് ഓവറോൾ ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ എന്തായാലും വ്യത്യാസം ഉണ്ടാവില്ല. ഒരു ക്യാമോഫ്ലാജ് ഒന്നും ചെയ്യില്ല. ജനറേഷൻ അപ്ഡേറ്റ് ആണല്ലോ, അതും ഒക്കെ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അതല്ലാതെ ഫീച്ചേഴ്സിൻ്റെ കേസെടുക്കുകയാണെങ്കിലും ഇപ്പോൾ ഉള്ള വണ്ടി നമുക്ക് അൾട്രോസിന് അത്രയും ഫീച്ചേഴ്സ് ആക്ച്വലി വരുന്നില്ല. അൾട്രോസിൽ 360 ക്യാമറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്റ്റന്റ് ക്ലസ്റ്ററൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഡിജിറ്റലാണ്, പക്ഷേ അതിൻ്റെ അകത്ത് സെൻട്രലൊരു ഡിസ്പ്ലേയും പിന്നെ ബാക്കിയെല്ലാം ഒരു കൈൻഡ് ഓഫ് ജസ്റ്റ് ഒരു ഡിജിറ്റൽ ആക്കാൻ വേണ്ടി ആക്കി പോലത്തെ ക്ലസ്റ്ററൊക്കെയാണ് ഉള്ളത്. എനിക്ക് അതിനേക്കാൾ ഇഷ്ടം അൾട്രോസിൻ്റെ ആണ് കൈൻഡ് ഓഫ്. പക്ഷേ എന്തായാലും പുതിയ ജനറേഷൻ വരുമ്പോഴേക്കും നമുക്ക് ഈ ക്ലസ്റ്ററും സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന് പുറമെ തന്നെ 360 ക്യാമറ ആയിക്കോട്ടെ, ഈവൻ വെന്റിലേറ്റഡ് സീറ്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ അഡാസിനെ പറ്റി ന്യൂസ് ഉണ്ട്. അത് പക്ഷേ ഇന്ത്യയിൽ വരില്ല എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. ഇപ്പോഴും ഹാച്ച് ബാക്സിലൊന്നും അഡാസൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മുടെ സപ്പോമീറ്റർ ക്രോസ് ഹൗസ് വരെ എത്തിയിട്ടുള്ളൂ. അതിൻ്റെ താഴത്തേക്ക് അത് അങ്ങോട്ട് കേട്ടറായിട്ട് വന്നിട്ടില്ല. പക്ഷേ ബാക്കി എല്ലാ ഫീച്ചേഴ്സ് ആക്ച്വലി വണ്ടിയിലുണ്ട്. 16 ഇഞ്ച് അലോയ്സ് ആയിക്കോട്ടെ, അങ്ങനെ പറയണ്ട. ഇലക്ട്രിക് സൺറൂഫ് ഉണ്ട്, ഈവൻ ലെതർ സീറ്റ്സ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അവർക്ക് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെൽട്ടോസിലൊക്കെ ആണെങ്കിലും കീ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് അവർ ഫീച്ചേഴ്സ് ഒരുപാട് അങ്ങനെ പുതിയത് കുത്തി നിറച്ച് വെച്ചിട്ടൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് ഉണ്ട്, കുറച്ച് എക്സ്ട്രാ സാധനങ്ങളുണ്ട്. പക്ഷേ കൂടുതൽ അവർ മൊത്തത്തിൽ ഒന്ന് ഡിസൈൻ മാറ്റി പിടിക്കുക, കുറച്ചും കൂടെ
ക്വാളിറ്റി സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് ട്വീക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ ഈ വണ്ടിയുടെ കേസിൽ നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാം. പവർ ട്രെയിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവേണ്ട ഒരു സാധ്യതയില്ല. നമുക്ക് ഇപ്പോൾ ഉള്ള 1.2 ലിറ്റർ എൻ എ പെട്രോൾ എഞ്ചിൻ വിത്ത് CVT അതുപോലെ മാനുവൽ അതുണ്ടാവും. അതിന് പുറമെ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ടാവും. അത് 120 PS പവറും 172 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കും 6 സ്പീഡ് മാനുവലും നമുക്ക് എൻലൈനിൽ അവൈലബിൾ ആണ്. നോർമൽ i20 ഇപ്പോൾ ഒരു ടർബോ പെട്രോൾ നിർത്തി എൻലൈനിൽ മാത്രമേ ടർബോ കിട്ടുന്നുള്ളൂ. അതിൻ്റെ അകത്ത് പക്ഷേ എൻലൈൻ ആണ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്പോർട്ടി സസ്പെൻഷൻ അതുപോലെ കുറച്ച് സ്പോർട്ടി ട്യൂൺഡ് ആയിട്ടുള്ള ഒരു എക്സോസ് നോട്ടൊക്കെ തന്നെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി പിന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം 1.2 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് പവർ ട്രെയിൻ ആണ്. അത് അവർ ഇതുവരെ ഒരു വണ്ടിയിലും ഇറക്കിയിട്ടില്ല. പക്ഷേ ഈ 2026 അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഹ്യുണ്ടായുടെ ബയോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടി, അതായത് ഒരു ക്രോസ് ഓവർ SUV ഇവിടെ വരുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് 1.2 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിൻ ആക്ച്വലി എക്സ്പെക്റ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ ലോഞ്ചിന് ശേഷമായിരിക്കും, അതായത് ബയോണിൻ്റെ ലോഞ്ചിന് ശേഷമായിരിക്കും ഈ പുതിയ ജനറേഷൻ i20 വരുന്നത്. അതുകൊണ്ട് ആക്ച്വലി 2027 ഈ വാഹനത്തിൻ്റെ ലോഞ്ചിൻ്റെ എക്സ്പെക്റ്റേഷൻ പറയുന്നത്. അത് കുറച്ച് കൂടുതലാണ്. 26 ഇപ്പോൾ ആയി. ഈ വർഷം അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഇറക്കാൻ പറ്റിയത് നല്ലതായിരുന്നു. പക്ഷേ എനിവേ നമുക്ക് എപ്പോഴാണ് ഇറക്കാൻ പോകുന്നത് എന്നുള്ളതിനിപ്പോൾ കണ്ടറിഞ്ഞ് കണ്ടുവരും. അതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. പക്ഷേ 2027 ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എക്സ്പെക്റ്റഡ് ടൈം ലൈൻ. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊഡക്ട്സായി ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.